ഇഷ്ടമാണ് ഉള്ള കാര്യം പറയാല്ലേ. ആ ഷോയിൽ അവൻ എന്തിനാണ് പോയെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവില്ല. മര്യാദയ്ക്ക് ആ കാറിനകത്തിരുന്ന് റിവ്യൂ ചെയ്തായിരുന്നെങ്കിൽ അത്യാവശ്യം അവൻ ആ ഒരു നിലയും വില ഇപ്പോഴും ഉണ്ടായേനെ. ഇതിപ്പോ നാളെ ഒരു കാലത്ത് അവൻ വന്ന് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അവനെ പറ്റി എന്തായിരിക്കും പറയുന്നത്? ഓ, നീ പോയിട്ട് നമ്മളെ കണ്ടതാ, നീ അവിടെ ചെന്ന് എന്താ മല പറിക്കുമെന്ന് പറഞ്ഞിട്ട് നീ എന്തോ അവിടെ നിന്ന് കാണിച്ചെന്നുള്ള രീതിയിൽ എല്ലാവരും വന്ന് ചീത്ത വിളിക്കത്തേ ഉള്ളൂ. അവൻ പറയുന്ന ഒരു കാര്യത്തിന് അതും ആരും വില ഉൾക്കാൽപ്പിക്കാൻ പോകത്തില്ല. ഓ, ഇവനല്ലേ പറയുന്നത്, ഇവൻ ആര് മൈൻഡ് ചെയ്യുന്നു എന്നുള്ള രീതിയിലായിട്ട് പോകും. കഴിവതും അവനൊക്കെ സത്യം പറഞ്ഞാൽ അവൻ ക്യൂട്ട് ചെയ്തിട്ട് അവനായിരുന്നു ഇറങ്ങി വരേണ്ടത്. അവൻ അതിനകത്ത് നിൽക്കുന്നതിനകത്തോട്ട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. അവൻ അതിനകത്ത് നിന്നിട്ട് ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നും എനിക്കറിയത്തില്ല. ഇത്രയും ദിവസമായി എന്തായാലും ഇന്നലെ വാക്കിയുടെ കണ്ടുപോകാം. സംഭവം പുള്ളി ഇതിനകത്തുണ്ടോ? ഇപ്പോൾ ടോയ്ലറ്റിലാണ് ഇവൻ കിടന്നുറങ്ങുന്നത്. ഇവനെ കാണാനില്ലല്ലോ. ഒരുപാട് ക്യാമറ ആംഗിളുകളിൽ ഞാൻ നോക്കി ഇവനെ കാണാനില്ല. ഇവൻ കക്കൂസി കിടന്നുറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. പുറത്ത് വെളിയിലാരും ഈ പുള്ളിക്ക് അടച്ചിട്ട റൂമിനകത്തിരുന്നാലേ സംസാരിക്കാൻ പറ്റത്തുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. എനിക്കൊരു സംശയമുണ്ട്, ഇവനെ കാണാനില്ല. ഒരു ഫ്രെയിമിലും കാണാനില്ല. അല്ല, അവനെതിരെ നമ്മൾ ഇത്രയെങ്കിലും പറയണ്ടേന്നേ. ഇത്രയും എന്തെങ്കിലും പറയാതിരിക്കുന്നത് മോശമല്ലേ? എന്തൊക്കെ ഇതാണ് പറയുന്നത്. ഈ ആവശ്യമില്ലാത്ത പണിക്കൊന്നും പോകും. ഇപ്പം കുറെ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ഇവരെല്ലാരും ഈ പറയുന്ന സായിയുടെ ഫ്രണ്ട്സാ. ഇതിനകത്ത് സായിയെ വലുതായിട്ട് ആരും മനഃപൂർവ്വം വലിച്ചു കീറാത്തതാ. കാര്യം വലിച്ചു കീറാനായിട്ടൊക്കെ ഒരുപാട് അവസരങ്ങൾ ഇപ്പോഴും കിടപ്പുണ്ട്. പക്ഷെ ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ അവർക്ക് ഇവനോടുള്ള ഒരു സ്നേഹം കൊണ്ട് ആരും പറയുന്നില്ല. പക്ഷെ എന്തിനങ്ങനെ പറയാതിരിക്കണം? പറയണം. ഇവൻ ബാക്കിയുള്ളവരായിരുന്നെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന ഞാനായാലും വേറെ ആരെങ്കിലും നമ്മൾ ആരെങ്കിലും അവിടെ പോയി കഴിഞ്ഞാൽ ഇവൻ മിണ്ടാതിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇവ ഇറങ്ങി വന്നിട്ട് ആൾക്കാരെ മൊത്തവും ഇതേണൊക്കെ പറയാൻ തുടങ്ങും. ഓ, അവൻ പോയിട്ട് കണ്ടില്ലേ, എന്തുവാ കാണിക്കുന്ന, മറ്റേതാ മറിച്ചതാന്നും പറഞ്ഞിട്ട് അവൻ തുടങ്ങും. അവനും കിട്ടിയ ചാൻസ് ഒരിക്കലും അവനും പാഴാക്കത്തില്ല. എത്രയോ ആൾക്കാരുടെ കേസ് എടുക്കാം. അപ്പൊ അതുകൊണ്ട് ഈ സായി ഇത് ചോദിച്ചു മേടിക്കുന്ന തന്നെ. അതേപോലെ തന്നെ ഞാൻ പബ്ലിക് ഒപ്പീനിയൻ നിങ്ങളെല്ലാരും കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പബ്ലിക് ഒപ്പീനിയനകത്തൊക്കെ ആൾക്കാരൊക്കെ ജാസ്മിനെ കിട്ടിക്കഴിഞ്ഞാൽ അടിക്കുന്ന കേട്ടോ പറയുന്നത്. അത് ജാസ്മിനെ ഒന്ന് കൈ കിട്ടിക്കഴിഞ്ഞാൽ അടിക്കും എന്ന് പറയുന്നവരുണ്ട്. പിന്നെ അത്യാവശ്യം ജാസ്മിന് സപ്പോർട്ടായിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഞാനൊരു രണ്ടുപേരുടെ ഒരു പബ്ലിക് ഒപ്പീനിയൻ അതിനകത്ത് വയ്ക്കാം, അതൊന്ന് കേട്ടു നോക്കാം. ജാസ്മിൻ, ഞാനേ അവിടെ കയറിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവളൊരു അടി എടുക്കും. അത് അതോടുകൂടി ആ ഗ്രൂപ്പിൽ ഞാൻ അവിടെ പോരും. അത്രക്ക് ദേഷ്യം. അങ്ങനെയൊന്നല്ല, അവളെ പണ്ടേ തൊട്ട് ഈ ബിഗ് ബോസിൽ വരുന്നേ മുന്നേ അവള് ഇഷ്ടം, എന്നാലും കുറച്ചൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. അത് അതോട് കൂടി പോയി, ബിഗ് ബോസ് വന്നോട് കൂടിയിട്ട് പോയി. ജാസ്മിൻ ബിഗ് ബോസ് കയറുന്നതിന് മുന്നേ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. അവള് ബിഗ് ബോസ് കയറിയതിടത്തോളം പോയി. ഇതൊക്കെ നാട്ടുകാരുടെ എല്ലാവരുടെയും കൂടെ അഭിപ്രായമാണ് നമ്മൾ ഈ പറയാം, നമ്മുടെ ആരുടെയും പേഴ്സണൽ അഭിപ്രായങ്ങളല്ല. അപ്പം അവളായിട്ട് അവളെ വില കൊണ്ട് കളഞ്ഞാന്ന് ഇതിൽ നിന്നൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാന്നേ ഉള്ളൂ. ഇനി സപ്പോർട്ട് ചെയ്യുന്ന നമുക്കൊന്ന് കണ്ടുപോകാം. എന്തുകൊണ്ടാണ് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ള രീതിയിൽ ആൾക്കാർ പറയുന്നത് കണ്ടുപോകാം. ജാസ്മിനെ ഇഷ്ടപ്പെടാൻ കാരണം അവള് അനുഭവിക്കുന്ന വിഷമങ്ങളിൽ നിന്നും അവള് എടുക്കുന്ന ഒരു ഇതുണ്ട്. അഥവാ അത്രയും തകർന്നിട്ടും അവൾ അവിടെ പിടിച്ചു നിൽക്കുന്നുണ്ടല്ലോ, ആ ഒരു കാര്യം വല്ലാണ്ട് നമ്മളെ ആക്രമിച്ചിട്ട് പിടിച്ചു നിൽക്കുന്നുണ്ട്. അത് വല്ലാത്തൊരു ഇതാണ്. അതുകൊണ്ട് ഇഷ്ടപ്പെടാൻ കാരണം. ഇഷ്ടപ്പെടാത്ത മത്സരാർത്ഥിയാരാ? ഗബ്രി. ഇഷ്ടപ്പെട്ടില്ല. അത്രയും സ്ട്രഗിള് അനുഭവിക്കാൻ കാരണം ഈ ഗബ്രിയാണ്. അവന്റെ ഒപ്പം കൂടിയോണ്ടാണ് നമ്മളെ ജാസ്മിന് അത്രയും തരം താന്ന് പോയതും ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ കാരണം. എങ്ങനെ ഇരിക്കുന്നു ഇതിന്റെ ഫുൾ വീഡിയോ AKC മുസ്തഫ എന്ന് പറയുന്ന ചാനലിലുണ്ട്, നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതിനകത്ത് ഇപ്പം ഗബ്രിയാണ് കുറ്റക്കാരൻ. കാര്യം ഗബ്രി കാരണമാണ് ജാസ്മിൻ മോക്ക് ഇത്രയും നെഗറ്റീവ് ഉണ്ടായത്. അതേപോലെ തന്നെ ജാസ്മിനെ ഇഷ്ടപ്പെടാൻ കാരണം ഇത്രയും സ്ട്രഗിൾ അനുഭവിച്ചിട്ട് ജാസ്മിൻ അവിടെ പിടിച്ചു നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു സാധനമാണ് ഇപ്പൊ എല്ലാവരും പറയുന്നതാ. കാര്യം ഈ ബിഗ് ബോസ് എന്ന് പറയുമ്പോഴേ സർവൈവ് ഓഫ് ദി ഫിറ്റസ്റ്റ് എന്ന് പറയുന്ന കണക്ക് ഈ ഏറ്റവും കൂടുതൽ ഇത്രയും വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിട്ട് അത് സർവൈവ് ചെയ്ത് നിൽക്കുന്നത് അത് നിസ്സാര കാര്യമല്ലെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കണ്ണിൽ അത് തോന്നുന്നത് ഉള്ള സമയം കൊണ്ട് മാക്സിമം വെളുപ്പിച്ചിട്ട് പുറത്തിറങ്ങാനുള്ള പരിപാടിയാണ്. കാരണം ഈ ഒരു സമയത്ത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നെഗറ്റീവ് മാക്സിമം നല്ല നെഗറ്റീവ് ആയിരിക്കും. എത്രത്തോളം നെഗറ്റീവ് ആവാമോ അത്രത്തോളം നെഗറ്റീവ് ആയിട്ടുണ്ട്. അപ്പം ഇത്രയും നെഗറ്റിവിറ്റി അവൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവൾക്ക് ഒരിക്കലും ഇത് അങ്ങോട്ട് താങ്ങാൻ പറ്റത്തില്ല. അപ്പം ഉള്ള സമയം മാക്സിമം എത്രത്തോളം വെളുപ്പിക്കാവോ അത് വെളുപ്പിച്ചിട്ടായിരിക്കാം മേ ബി ഇറങ്ങുന്നത്. അതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ നിങ്ങൾ ഈ പറയണത് പോലെ വലിയ ഗെയിമറായിട്ടോ തേങ്ങയായിട്ടോ ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് കാര്യം അതിനകത്ത് വേറെ ആരുണ്ട് നമുക്ക് എടുത്ത് പറയാനായിട്ടൊരു കണ്ടസ്റ്റന്റിനെ നിങ്ങൾക്ക് പെട്ടെന്ന് പറയാനായിട്ട്. ഞാനിപ്പോൾ ഇതിനകത്ത് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6 പേര് പറയാൻ പറ്റും. പെട്ടെന്ന് നല്ലൊരു ഗെയിമറിന്റെ പേര് പറയാൻ നിങ്ങൾക്ക് 6 പേര് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല. നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയിട്ടൊക്കെ ഓരോരുത്തരുടെ പേര് പറയാനായിട്ട് പറ്റത്തുള്ളൂ. അതിനും വേണ്ടിയുള്ള രീതിയിലോട്ട് ആയിട്ടില്ല ആരും. ഇനിയിപ്പം രതീഷ് കയറിയിട്ടുണ്ട്. എന്തായാലും അത് വൈൽഡ് കാർഡ് ആണോ എന്നറിയില്ല. 4-5 ദിവസത്തേക്ക് അറിയില്ല. 4-5 ദിവസത്തേക്ക് വെറുതെ ഒരാളെ പുറത്തിരിക്കുന്ന ആളെ പിടിച്ചതിനകത്ത് കയറ്റി വയ്ക്കി കൊണ്ടുവരേണ്ട കാര്യം ഇതിനകത്ത് വരുന്നില്ല. അത് തന്നെ എന്തായിരിക്കും റീസൺ നിങ്ങൾ നോക്കിക്കോണം. 24 മണിക്കൂർ ക്യാമറ ഫോക്കസ് ചെയ്യണത് ഇവരെ 2 പേരെയാണ്, ഈ ജബ്രി എന്ന് പറയുന്ന ടീമുകളെ.
വേറെ ആരെയും ഫോക്കസ് ചെയ്ത് കാണിക്കാത്തത് അവർ ഒരു കണ്ടന്റും കൊടുക്കുന്നില്ല. അപ്പോൾ ഒരു പക്ഷേ രതീഷ് വന്നു കഴിഞ്ഞാൽ രതീഷ് അത്യാവശ്യം നല്ല കണ്ടന്റ് ക്രിയേറ്റർ ആണ്, അപ്പോൾ കൊടുക്കുമെന്ന് അവർക്ക് തോന്നും. അതുകൊണ്ടായിരിക്കാം മേ ബി രതീഷിനെ കയറ്റിയത്. അതായിട്ട് എനിക്ക് ഫീൽ ചെയ്യണത്. എന്തായാലും ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക.